ബൊഹീമിയയുടെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷെർലക് ഹോംസിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവാണ്. ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഒരു CBI പോലൊക്കെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ വാട്സൺ. ഇപ്പോൾ ഒരു ബൊഹീമിയയിലെ ആണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സഹായം ചോദിച്ചു വരുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല സഹായം ചോദിച്ചു വരുന്നത്, ബൊഹീമിയയിലെ കിങ്ങിൻ്റെ ഒരു ലേഡിയുടെ ഒപ്പമുള്ള ഒരു ചിത്രം കിങ്ങിൻ്റെ കൂടെ ഈ ഒരു ലേഡിയുടെ കൂടെയുള്ള ചിത്രം ലേഡിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ കിങ്ങിനെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ചെയ്യണത്. ഇപ്പോൾ കിങ്ങിൻ്റെ എന്താ പറയുക, വിവാഹമാണ്. അപ്പോൾ ആ ഒരു ചിത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഭയങ്കര എന്താ പറയുക, ഇൻസൾട്ടായിട്ട് മാറും. അപ്പോൾ പല രീതിയിൽ അവളിൽ നിന്ന് ആ ചിത്രം തിരിച്ചു പിടിക്കാനായിട്ട് കിങ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നില്ല. ആ ലേഡിയുടെ പേര് എറീൻ എഡ്ലർ എന്നാണ്. അവർ ഒരു ഫിലിം ആക്ട്രസ്സും ഒക്കെയാണ്, ഒരു സിംഗറൊക്കെ കൂടിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പലവട്ടം ശ്രമിച്ചിട്ടും അവരിൽ നിന്ന് ആ ചിത്രം തിരിച്ചു പിടിക്കാനായിട്ട് കിങ്ങിന് പറ്റുന്നില്ല. അങ്ങനെയാണ് ഷെർലക് ഹോംസിൻ്റെ സഹായം തേടുന്നത്. ആദ്യം ഷെർലക് ഹോംസിൻ്റെ മുന്നിൽ ഒരിക്കലും ഇങ്ങനെ ബൊഹീമിയൻ രാജാവാണെന്ന് തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. പക്ഷെ ഷെർലക് ഹോംസ് അത് കണ്ടെത്തിയ സ്ഥിതിക്ക് കിങ് കഥ മുഴുവൻ ഷെർലക് ഹോംസിനോട് പറയുകയാണ്. ഇപ്പോൾ തിരിച്ച് ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെർലക് ഹോംസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ചിത്രം വെച്ചിട്ട് ഷെർലക് ഹോംസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഈ ലേഡിയുടെ ഉദ്ദേശം. ഓക്കെ, ഇവിടെ തൊട്ടാണ് നമുക്കിനി പറയാനുള്ളത്. ഐ ആം അബൌട്ട് ടു ബി മാരീഡ്. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എ ഷാഡോ ഓഫ് എ ഡൗട്ട് ആസ് ടു മൈ കണ്ടക്ട് വുഡ് ബ്രിങ് ദ മാറ്റർ ടു ആൻ എൻഡ്. ആ ഒരു വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ചെറിയൊരു സംശയം ഉണ്ടായാൽ മതി, ആ ഒരു വിവാഹം പിന്നെ നടക്കില്ല എന്ന് കിങ് പറയുകയാണ്. ആൻഡ് എറീൻ എഡ്ലർ, അപ്പോൾ ഷെർലക് ഹോംസ് ചോദിക്കുകയാണ്, അപ്പോൾ എറീൻ എഡ്ലർ എന്താ ചെയ്യുന്നത്, ഐറിൻ എഡ്ലർ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിങ് പറയാണ്, ത്രറ്റൻസ് ടു സെൻഡ് ദ ഫോട്ടോഗ്രാഫ് ഓൺ ദ ഡേ വെൻ ദ ബിട്രോത്തൽ ഈസ് പബ്ലിക്കലി പ്രൊക്ലെയിംഡ് ദാറ്റ് വിഡ് ബി നെക്സ്റ്റ് മൺഡേ. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിനെ പറ്റിയിട്ടാണ് കിങ് പറയുന്നത്. ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ ലേഡി, ഈ എറീൻ എഡ്ലർ കിങ്ങിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ത്രറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഭയപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്, ബിട്രോത്തൽ എന്ന് പറഞ്ഞാൽ മനസ്സമ്മതം പബ്ലിക്കായിട്ട് നടക്കുന്ന അന്ന്, ആ ഒരു മനസ്സമ്മതം നടക്കുന്ന അന്ന് ഈ ഒരു ചിത്രം ഈ ഒരു ലേഡിക്ക് അയക്കും എറീൻ എഡ്ലർ എന്ന് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത്. ദാറ്റ് വിൽ ബി നെക്സ്റ്റ് മൺഡേ, അത് അടുത്ത തിങ്കളാഴ്ചയാണ് എന്ന് പറയാണ്. ദെൻ വി ഹാവ് 3 days ലെഫ്റ്റ് സെഡ് ഹോംസ്. അപ്പോൾ ഷെർലക് ഹോംസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ദിവസം കൂടെ ബാക്കിയുണ്ട്. യുവർ മെജസ്റ്റി വിൽ ഓഫ് കോഴ്സ് സ്റ്റേ ഇൻ ലണ്ടൻ ഫോർ ദ പ്രസൻറ്റ്. ഓക്കെ, 3 ദിവസം കൂടി നമുക്ക് സമയമുണ്ട്, നമുക്ക് എന്താ വേണമെങ്കിൽ ചെയ്യാം. യുവർ മെജസ്റ്റി എന്ന് പറഞ്ഞാൽ രാജാവിനോട് പറയണം, അങ്ങ് ലണ്ടനിൽ എന്നിപ്പോൾ നിൽക്കണം എന്ന് പറയാണ്. യു വിൽ ഫൈൻഡ് മീ അറ്റ് ദ ലാംഗം അണ്ടർ ദ നെയിം ഓഫ് കൗണ്ട് വോൺ ക്രാം. ഓക്കെ, അപ്പോൾ പറയാണ്, ഓക്കെ ഞാൻ അവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ ദ കിങ് ലെയ്ഡ് എ ഹെവി ലെതർ ബാഗ് ഓൺ ദ ടേബിൾ. രാജാവ് ലെതറിൻ്റെ ഒരു ബാഗ് ടേബിളിൽ വയ്ക്കും. അതിൽ മുഴുവൻ എന്താണ്, ഷെർലക് ഹോംസിനുള്ള പൈസയായിരുന്നു. അതിലെന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ദർ ആർ 300 pounds ഇൻ ഗോൾഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 300 ഗോൾഡ്സ് പൗണ്ടിലും 300 pounds ഗോൾഡായിട്ടും. ദർ ആർ 300 pounds ഇൻ ഗോൾഡ് ആൻഡ് 700 ഇൻ നോട്ട്സ്. അപ്പോൾ എന്താണ്, 300 pounds ഗോൾഡായിട്ടും 700 നോട്ടുകളായിട്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, രാജാവ് പറഞ്ഞു, ഇത് ഇപ്പോഴത്തെ ചെലവിനാണ് എന്ന് പറഞ്ഞു. ഹീ സെഡ്. എന്നിട്ട് ആ ഒരു പൈസ ടേബിളുമ്മ വെച്ചു. ആൻഡ് മെയ്ഡ് മോയ്സലേസ് അഡ്രസ് ഹോംസ് ആസ്ക്ഡ്. അപ്പോൾ അഡ്രസ്സ് ചോദിക്കുകയാണ്, ഈ ഒരു ലേഡിയുടെ, ഈ ഒരു സ്ത്രീയുടെ, അഡ്ലറുടെ ഒരു അഡ്രസ്സ് ചോദിക്കുകയാണ്. അപ്പോൾ അഡ്രസ്സ് പറയാണ്, ഈസ് ബൈറി ലോഡ്ജ്, സെർപ്പൻറ്റൈൻ അവന്യൂ, സെയിൻറ്റ് ജോൺസ് വുഡ്. അങ്ങനെ കൃത്യമായ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ലേഡി താമസിക്കുന്ന അവിടുത്തെ കൃത്യമായ അഡ്രസ്സാണ് പറയണത്. ബൈറണി ലോഡ്ജ്, സെർപ്പൻറ്റൈൻ അവന്യൂ, സെയിൻറ്റ് ജോൺസ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്രസ്സ്. അനദർ ക്വസ്റ്റ്യൻസ് സെഡ് ഹോംസ്. വീണ്ടും ഹോംസ് പറയാണ്,
ഒരു ചോദ്യം കൂടി പറയാണ്. വാസ് ദ ഫോട്ടോഗ്രാഫ് എ ക്യാബിനറ്റ്? ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് സൈസാണോ ഫോട്ടോഗ്രാഫ് ചോദിക്കുകയാണ്. ഇറ്റ് വാസ് ആണ് എന്ന് രാജാവ് പറയാണ്. ദെൻ ഗുഡ് നൈറ്റ് യുവർ മെജസ്റ്റി, രാജാവിനോട് ഗുഡ് നൈറ്റ് പറയാണ്. ആൻഡ് ഐ ട്രസ്റ്റ് ദാറ്റ് വി ഷാൽ സൂൺ ഹാവ് സം ഗുഡ് ന്യൂസ് ഫോർ വി. ഓക്കെ, ധൈര്യമായിട്ട് പൊക്കോളൂ, അങ്ങേക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് പെട്ടെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവിനെ പറഞ്ഞു വിടുകയാണ് ഹോംസ്. വാട്സൺ, ഹി സെഡ് once left, if you will be good enough to call tomorrow afternoon at 3 o'clock, I should like to chat this little matter over with you. ഇപ്പോൾ വാട്സനോട് പറയാണ്, രാജാവ് പോയപ്പോൾ ഷെർലക് ഹോംസ് പറയാണ്, നീ നാളെ വൈകുന്നേരം എന്നൊന്ന് 3 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കുമോ, ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കണം നീയുമായിട്ട് എന്ന് പറയുകയാണ്. അവിടെ വെച്ച് നമുക്ക് ആ ഒരു കഥ എൻഡ് ചെയ്യാണ്. പിന്നെ ആ ഒരു ഭാഗം മാത്രമേ നമുക്കുള്ളൂ, ഇത്രയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു തിങ്ക് ഷെർലക് ഹോംസ് വിൽ ഡു നൗ? എന്തായിരിക്കും ഷെർലക് ഹോംസ് ഇനി ചെയ്യാൻ പോവുക? ഇഫ് യു വർ ഹിം, നിങ്ങളാണ് ഷെർലക് ഹോംസ് എങ്കിൽ ഹൗ വുഡ് യു റിട്രീവ് ദ ഫോട്ടോഗ്രാഫ്? എങ്ങനെയായിരിക്കും ആ ഒരു ഫോട്ടോഗ്രാഫ് തിരിച്ചു പിടിക്കുക? ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു സ്റ്റോറി അവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഒരു കഥ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ കഥ എൻഡ് ചെയ്യുന്നത് പല രീതിയിൽ ഈ ഒരു ചിത്രം തിരിച്ച് ഈ ഒരു ലേഡിയിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് ഷെർലക് ഹോംസ് ശ്രമിക്കും. ആ ലേഡിയുടെ വീട്ടിൽ തീയിട്ടിട്ടും മറ്റുമൊക്കെ. പക്ഷേ അങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരിക്കലും ഷെർലക് ഹോംസിന് സാധിക്കില്ല. ഈ എറിൻ അഡ്ലറിൻ്റെ വീടിൻ്റെ ഒരു ഫ്രണ്ടിലുള്ളൊരു കയറി വരുന്നിടത്ത് തന്നെ ഒരു വാളിൽ ഉള്ളിലാണ് ഈ ഒരു ചിത്രം സൂക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരിക്കലും റിക്കവർ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല? ഷെർലക് ഹോംസിന് സാധിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കിങ്ങിനെയും കൊണ്ട് ഷെർലക് ഹോംസ് വരും. പക്ഷെ ആ സമയത്ത് ഒരു ലെറ്റർ മാത്രമാണ് ഷെർലക് ഹോംസിന് കിട്ടുക. ആ ലെറ്ററിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എറിൻ അഡ്ലർ വേറൊരു ആളെ മാരി ചെയ്ത് പോകും. അവർ അങ്ങ് ദൂരേക്ക് പോകും. ഒപ്പം തന്നെ ഒരു ഫോട്ടോഗ്രാഫും കൊണ്ടുപോകും. പക്ഷേ അതിൽ എഴുതിയിട്ടുണ്ട്, രാജാവിന് ഒരിക്കലും ദോഷമാകുന്ന വിധം ഒന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്ററാണ് വയ്ക്കുക പകരം. പക്ഷേ ഈ എറിൻ അഡ്ലറിൻ്റെ ഈ ഒരു ചിത്രം ഒരിക്കലും ഷെർലക് ഹോംസിന് കിട്ടില്ല, തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഷെർലക് ഹോംസിന് ഈ ഒരു ലേഡീനോട് വളരെയധികം ഒരു ആരാധന തോന്നുന്നതായിട്ടാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. കാരണം അത്രയും ശക്തിയായ ഒരു സ്ത്രീയാണ്. ഷെർലക് ഹോംസ് എന്തോരം ശ്രമിച്ചിട്ടും ആ ഒരു ചിത്രം തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയും കൂടിയാണ് എറിൻ അഡ്ലർ എന്ന് പറയുന്നത്. പിന്നെ അവർ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവുക, ഈ ഒരു ലെറ്റർ മാത്രമായിരിക്കും കിങ്ങിനെ അവർ വെച്ചിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഈ ഒരു കിങ്ങും കിങ്ങും അതുപോലെ തന്നെ ഈ ഒരു എറിൻ അഡ്ലറും ഉള്ള ചിത്രമാണല്ലോ തിരിച്ചു പിടിക്കേണ്ടത്. പക്ഷെ ആ ഒരു ചിത്രത്തിന് പകരം എറിൻ അഡ്ലറിൻ്റെ ചിത്രം മാത്രമാണ് അവിടെ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ആ ഒരു ലെറ്ററിൻ്റെ ഒപ്പം ഉണ്ടാവുക. അങ്ങനെ പക്ഷേ അവരുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരിവിടെ നിന്ന് തിരിച്ചു പോകാൻ ഷെർലക് ഹോംസ് ആണ് കാരണമെന്ന് മനസ്സിലാക്കിയ രാജാവ് ഷെർലക് ഹോംസിനോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളം പറയും ഗിഫ്റ്റായിട്ട്. ഷെർലക് ഹോംസ് ആവശ്യപ്പെടുക, അവർ വെച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ഒരു ലേഡി മാത്രമുള്ളൊരു ചിത്രം എഴുത്തിനൊപ്പം അവർ വെച്ചിട്ടുണ്ടാവും രാജാവിന്. ആ ഒരു ചിത്രം മാത്രമാണ് ഷെർലക് ഹോംസ് ആവശ്യപ്പെടുക. അതിനർത്ഥം ഷെർലക് ഹോംസിന് ആ ലേഡിയോട് ഒരുപാട് അഡ്മിറേഷൻ തോന്നി, റെസ്പെക്റ്റ് തോന്നി. അവരുടെ ആ ഒരു കറേജ് ഒരുപാട് ഷെർലക് ഹോംസ് ശ്രമിച്ചിട്ടും അവരെ തോൽപ്പിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഒരു ചിത്രമാണ് ആവശ്യപ്പെടുക. അങ്ങനെയാണ് ഒരു എൻഡിങ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു സ്ത്രീയോടുള്ള ആരാധനയോട് കൂടിയാണ് ആ കഥ അവസാനിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കിങ് പോകുന്നവരെയും വാട്സനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാമെന്ന് പറയുന്നവരെയുമാണ് നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഉള്ളത്. ഓക്കെ, ഈ ഒരു ക്ലാസ് നല്ലപോലെ കേൾക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഞാൻ തരാം. ഓക്കെ, താങ്ക് യു.